രംഗത്ത് അനുദിനം കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. റഫാലിന് പിന്നാലെ ഫ്രാൻസിൽ നിന്ന് കൂടുതൽ സ്കാൽപ് ക്രൂയിസ് മിസൈലുകളുടെ വാങ്ങലിനായാണ് ഇപ്പോൾ വൻ കരാറിന് തയ്യാറെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷിയിൽ നിർണായക ആയുധമായിരുന്നു സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ. പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ എന്നീ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ തകർത്ത അത്യന്തം തന്ത്രപ്രധാനമായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചവയാണ് ഈ മിസൈലുകൾ. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിരോധ ശേഷിയുടെ കരുത്ത് കൂട്ടാൻ ഏകദേശം 300 മില്യൺ യൂറോ മൂല്യമുള്ള പ്രധാന പ്രതിരോധ കരാറിന് ഇന്ത്യയും ഫ്രാൻസും അന്തിമ രൂപം നൽകാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണശേഷി കൂടുതൽ ശക്തമാക്കാൻ ഈ കരാർ സഹായിക്കും. സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് കരാറിനെ വിലയിരുത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന താവളങ്ങളായ മുറിക്കെ, ബഹവൽപൂർ ജില്ലകളിൽ സ്ഥിതി ചെയ്തിരുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കൊപ്പം സ്കാൽപ് മിസൈലുകളും ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട വീര്യത്തിന് കരുത്തുപകരാൻ ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ F-14 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ചരിത്രപരമായ നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. ഇതിന് പിന്നാലെയാണ് സ്കാൽപും എത്തുന്നത്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപ ചിലവ് വരുന്ന പുതിയ റഫാൽ കരാർ ഇതുവരെയുള്ളതിൽ വെച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടായിരിക്കും. ചൈനയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ നേരിടാൻ ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ സഹായിക്കുമെന്നതിൽ സംശയമില്ല. റാഫേൽ ആയുധ പാക്കേജിന്റെ ഒരു പ്രധാന ഭാഗമാണ് സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ എന്നതും ഈ കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഭാവിയിലെ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണശേഷി ശക്തിപ്പെടുത്താൻ സ്കാൽപ് മിസൈലുകൾ അധികമായി വാങ്ങുന്നത് നിർണായകമാകും. മാത്രമല്ല, റാഫേൽ ജെറ്റുകളുടെ പോരാട്ടശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ മീറ്റിയോർ എയർ-ടു-എയർ മിസൈലുകൾക്കായി വലിയൊരു ഓർഡർ നൽകാനുള്ള ശ്രമവും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അടുത്ത 3 മുതൽ 4 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി ഓർഡർ ചെയ്ത 26 റാഫേൽ യുദ്ധവിമാനങ്ങളുമായി മീറ്റിയോർ മിസൈൽ സംയോജിപ്പിക്കാനാകുമെന്നും റിപ്പോർട്ടുണ്ട്. ആകാശത്തു നിന്നും കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കാനാകുന്നതാണ് സ്കാൽപ് എയർ-ടു-ഗ്രൗണ്ട് ക്രൂയിസ് മിസൈൽ. 300 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. ഒരു വിമാനത്തിൽ 2 സ്കാൽപ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. സ്കാൽപ് മിസൈലിന്റെ ഏറ്റവും പ്രധാന സവിശേഷത ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രക്രിയയാണ്. പോർ വിമാനത്തിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 100 മുതൽ 130 അടി ഉയരത്തിലാകും ഇവ എത്തി നിൽക്കുക. റഡാറുകളുടെയും ജാമിംഗ് സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിക്കുവാനും ഈ മിസൈലുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. വീണ്ടും 6000 മീറ്റർ വരെ ഉയരത്തിലേക്ക് കുതിച്ച് മിസൈൽ കുത്തനെ ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്.